ഒരുപാട് പ്രതീക്ഷയോടെയും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷത്തോടെയും 10,000-കണക്കിലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇന്ന് ബിർല സ്റ്റഡി സെൻറ്ററിലേക്ക് വരുന്നത്. ബിർല സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു ഭാഗമാകുവാൻ തന്നെയാണ് ഇവരെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നതും. പാലാ ബിർല സ്റ്റഡി സെൻറ്ററിൻ്റെ IIT എയിംസ് ആൻഡ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ സ്ക്രീനിംഗ് ടെസ്റ്റ് കേരളത്തിലുടനീളമുള്ള എല്ലാ ജില്ലകളിലും ഇതുകൂടാണ്ട് ദുബായിലും ബാംഗ്ലൂരുമായിട്ട് ഓഫ്ലൈൻ ഓൺലൈൻ മോഡുകളിലായി ഇന്ന് എക്സാം നടക്കുകയാണ്. IIT എയിംസ് സ്ക്രീനിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമായി അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളെ കാത്ത് 22 കോടിയിലധികം രൂപയുടെ സ്കോളർഷിപ്പാണ് നമ്മുടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഇനി ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളെ കാത്ത് 1.5 കോടിയിലധികം രൂപയുടെ ക്യാഷ് അവാർഡുമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് കുട്ടികളും പാരൻസും എല്ലാവരും ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മുടെ ബിർലയിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഇവിടെ സജീവമായിട്ട് തന്നെയുണ്ട്. വരുന്ന രക്ഷിതാക്കളെയും കുട്ടികളെയും അവരെ നയിക്കാനായിട്ടും കറക്റ്റ് ഇൻഫോർമേഷൻ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് സാബു സാറിന് നമുക്ക് സാറിനോട് ചോദിക്കാം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, നമ്മുടെ എക്സാം സമയമൊക്കെ ആകാറായി ഇപ്പം തുടങ്ങുകയാണ്. നമ്മൾ 1:30 മുതൽ 2 മണി വരെ ഫുൾ ടൈമാണ്. അതിനുശേഷം 2 തൊട്ട് 4 വരെയാണ് എക്സാമിന്റെ സമയം 2 തൊട്ട് 4 വരെ. 1:30 കുട്ടികൾക്ക് കൂൾ ഓഫ് ടൈം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 1:30 എല്ലാ പിള്ളേരും വന്ന് കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ഉണ്ട്. അവരുമായിട്ട് എക്സാം എഴുതുന്ന വിവരവും അവരുടെ OMR ഫില്ല് ചെയ്യുന്ന വിവരമൊക്കെ പറഞ്ഞ് 1/2 മണിക്കൂർ ഫുൾ ടൈം കൊടുക്കും. അതിനുശേഷം 2 മണി കറക്റ്റ് തുടങ്ങും. 2 തൊട്ട് 4 വരെ എക്സാം. നമ്മളെല്ലാവരും ബിർലിനിലെ എല്ലാ തയ്യാറെടുപ്പുകളും റെഡി, എല്ലാം പൂർത്തിയായി. എല്ലാ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാ റൂമിലും ആളും ഉണ്ട്. കുട്ടികളെ എക്സാം എഴുതാൻ മതി. എല്ലാ പിള്ളേരും വന്നു കഴിയും. അവൻ്റെ ആഗ്രഹം എന്താ വലുതായി കഴിയുമ്പോൾ എന്താവണമെന്ന്? ഒരു IAS ഓഫീസറാണ്. നന്നായിട്ട് ഇന്നത്തെ എക്സാം എഴുതി റാങ്ക് മേടിക്കോ? എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ പ്രതീക്ഷയോടെയാണ് വന്നത്. അവൻ എങ്ങനെയാണ് ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞേ? എൻ്റെ ചേച്ചിയും കസിൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പഠിച്ചതൊക്കെ ആയിരുന്നു. അതിൻ്റെ വഴിയിൽ ഞാനും ഇപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്നു. അവരെ വീട്ടുകാർ സമ്മതിച്ചു. അതുകൊണ്ട് ഞാനും നല്ല ഇതൊക്കെയായിരുന്നു. ചേച്ചിയുടെ എക്സാം ഫൗണ്ടേഷൻ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ എല്ലാം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. യൂട്യൂബ് വഴി. അതാണെങ്കിൽ ന്യൂസ് പേപ്പർ. എൻ്റെ ചേട്ടനും ഈ എക്സാം 10ാം ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു നീയും കൂടെ ചെയ്തോളാം. അപ്പോൾ ഞാൻ ചേർന്നു. എങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള മോളുടെ ഒരു സ്റ്റഡീസൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടുന്ന് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്തു അല്ലേ? ഞാൻ ഇവിടുന്ന് ബ്രില്യൻറ്റിൽ നിന്ന് കുറേ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ സ്കൂളിൽ പഠിപ്പിച്ച പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു. എന്നിട്ട് ക്ലാസ്സസ് കൊണ്ട് പിടിച്ചു. ഇൻട്രസ്റ്റ് ആയിരുന്നോ? ആ. സ്റ്റുഡൻ്റ് ID ഈ സൈഡിൽ തന്നെയുണ്ട്. ഇതാണ് എഴുതേണ്ടത്. കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ഫില്ല് ചെയ്യണം. ഈ ഹോളിലാണ് ബബിൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എങ്ങനെയാണ് മേഡം നമ്മുടെ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ്? ഞാൻ ശരിക്കും അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു. മോൾക്ക് കിട്ടുകയും ചെയ്തു. അവളിപ്പം നന്നായിട്ട് എല്ലാ കോഴ്സെല്ലാം ചെയ്യുന്നുണ്ട്. മിടിക്കുക കോഴ്സ് ചെയ്തുകൊണ്ട് അവൾക്ക് ഒത്തിരി മെച്ചപ്പെട്ട നിലയിൽ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കോഴ്സുണ്ട്, അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. പാലാ ബ്രില്യനെ കുറിച്ച് അറിയാത്ത മലയാളികളില്ല. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വഴി ലോകത്ത് തന്നെ ഏറ്റവും മാതൃകയുള്ള ഒരു സ്ഥാപനമാണ്. ഒരുപാട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അങ്ങനെ ഒരുപാട് മേഖലയിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു ആഗ്രഹം, ഞങ്ങൾ രണ്ടുപേരും ആരോഗ്യവകുപ്പാണ്. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, പുള്ളിക്കാരി നഴ്സിംഗ് ഓഫീസറാണ്. അപ്പം ആരോഗ്യ മേഖലയോട്ട് തന്നെ നമുക്ക് ഒരാൾ വീട്ടിൽ നിന്നുണ്ടാകണമെന്നൊരു ആഗ്രഹം ഉണ്ട്. മോൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ കയറുന്നതിന് മുന്നേ? കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആളത്ര വലിയ ടെൻഷൻ അടിക്കുന്ന ആളൊന്നുമല്ല, ഇച്ചിരി കൂളാ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല.
അപ്പം ഇതിന് മുന്നേ ബ്രില്യൻറ്റിൽ ക്യാമ്പസൊക്കെ വന്ന് കണ്ടിട്ടുണ്ടോ, അതോ ഇത് ഫസ്റ്റ് ടൈം ആണോ സാർ ഇവിടെ വരുന്നത്? ഞാനിവിടെ നേരത്തെ ജോലി ചെയ്ത സമയത്ത് പണ്ട്, അത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10-15 വർഷങ്ങൾ ഈ ഇവിടെ ഈ പഞ്ചായത്ത് ഞാൻ ജോലി ചെയ്താണ്. അന്ന് ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. അന്ന് ചെറിയൊരു സ്ഥാപനമായിരുന്നു, ഇന്ന് വളർന്ന് പന്തലിച്ച് വലിയൊരു സ്ഥാപനമായി മാറി. എങ്ങനെയാണ് സാർ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ്? ഞാൻ ഫ്രണ്ട്സിൻ്റെ ത്രൂ ആണ് അറിഞ്ഞത്. ചെയ്യാനുള്ളൊരു റീസൺ എന്തായിരുന്നു? ഇത് ബേസിക്കലി ഒന്ന് എൻട്രൻസിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനായിട്ട്, അതുകൊണ്ട് മാത്രമായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞത് മാഡം? സ്കൂളിൽ പാലായിലാണ് മോള് പഠിക്കുന്നത്, ചാവറയാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ അറിഞ്ഞത്. ഇവിടുത്തോടുള്ളൊരു അഭിപ്രായമൊക്കെ എന്താ? നല്ല അഭിപ്രായമാണ്. ആ, നല്ല. മോള് വന്ന് പറയാറുണ്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറയാറുണ്ടോ? കഴിഞ്ഞു മോള് പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുക. ആ, രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ട് മോള് ഇവിടെ പഠിച്ചത്. ഇപ്പം 3ാമത്തെ മോളാണ് ഇപ്പം എക്സാം എഴുതാൻ വന്നേക്കുന്നത്. ഓൺലൈൻ വഴി അറിഞ്ഞത്. സ്കൂളിൽ നിന്ന് പിന്നെ പിള്ളേർ ബ്രോഷർ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഇവിടെ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? കുറേ കാലമായിട്ട് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എങ്ങനെയാണ് മാഡം ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ്? പാലായിൽ തന്നെയല്ലേ, ഓൾറെഡി അറിയാം. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പഠിക്കുന്നുണ്ട് 1-2 കുട്ടികൾ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ റിവ്യൂവും അതുപോലെ തന്നെ മാഡത്തിൻ്റെ ഒരു എന്താ പറയുക ബ്രില്യൻറ്റിനെ കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എന്താണ്? ബിൽഡറിനില്ല, പ്രത്യേകിച്ച് പറഞ്ഞൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഇപ്പോഴേ ഒരു സ്ക്രീനിങ് ഉള്ളതാണല്ലോ, മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എടുക്കാനുള്ളൊരു ഹെൽപ്പൊക്കെ കിട്ടുമല്ലോ. ബ്രില്യൻറ്റിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ബ്രില്യൻറ്റ് നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാപനമാണ്. അതിനെക്കുറിച്ച് വർഷങ്ങളായിട്ട് കേൾക്കുന്നു. മെഡിസിൻ ആണെങ്കിലും എല്ലാത്തിനും ഇവിടെ നിന്നാണ് കൂടുതൽ കുട്ടികൾ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ് മാഡം? അത് ഞങ്ങൾ ഒരു ഡോക്ടർ പറഞ്ഞറിഞ്ഞ. അപ്പം ഡോക്ടർ നിർദ്ദേശിച്ച പോലെയായിരുന്നു? അതെ. നേരത്തെ നമ്മൾ ബ്രില്യൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു? കേട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ട്. വളരെ ഹാപ്പിയോടെയാണ് ഇപ്പോൾ ആളെ ഇങ്ങോട്ട് വിട്ടത്. ശരി. ഈ എക്സാം കഴിഞ്ഞ് വരുന്ന ആളോട് എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കണം അല്ലേ? അതിനാണ് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ? ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അറിഞ്ഞ ആ വഴിയാണ് അറിഞ്ഞത്. ആൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോഴേ പ്ലാൻ ഉണ്ടോ? എന്ത് ചെയ്യണം, ഏത് റൂട്ടിലേക്ക് പോകണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടോ? സിവിൽ സർവീസ് ഒക്കെയാണ് ഇപ്പോൾ ആഗ്രഹം പറയുന്നതിന്. മുമ്പോട്ട് അറിഞ്ഞുകൂടാ. എന്നാലും അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്തായാലും ബ്രില്യൻറ്റിൽ തന്നെ അതിൻ്റെ കോച്ചിങ് കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. അവർക്ക് ഒരു ഡ്രീം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രാക്ടീസ് ചെയ്യാനും കൂടെ ചെയ്യുന്ന അതും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു കോച്ചിങ് നല്ല രീതിയിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയും കൂടെ ഉണ്ട്.
പരീക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു, കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഫിസിക്സ് ആയിരുന്നു കുറച്ചുകൂടെ എളുപ്പം. ഇത്തവണത്തെ ഫിസിക്സ് കുറച്ച് പാടായി, കെമിസ്ട്രി കുറച്ചുകൂടെ എളുപ്പമായി. കുഴപ്പമില്ലായിരുന്നു. കുറച്ച് പാടായിരുന്നു. മാത്സ് ഇത്തിരി പാടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു എന്നാലും കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലെന്ന് പാടായിരുന്നു. എല്ലാം കുഴപ്പമില്ലായിരുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിഷാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മോൻ എങ്ങനെയാണ് പഠിച്ചത്? ഞാൻ മെയിനായിട്ടും എൻ്റെ സ്കൂൾ സബ്ജക്ട്സ്, എൻ്റെ സ്കൂൾ ബുക്സിൽ നിന്ന് തന്നെയാണ് ഞാൻ മിക്കതും പഠിച്ചത്. പിന്നെ വേറെ ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഈ IQ ബുക്സും ഒക്കെ അതിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയാണ്? മോക്ക് ടെസ്റ്റ് എല്ലാം എഴുതിയിരുന്നു. പ്രിപ്പറേഷൻ മോക്ക് ടെസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതുമ്പം അറിഞ്ഞിരിക്കേണ്ട പോർഷൻസ് തരുന്ന ക്ലാസ്സുകളുണ്ടായിരുന്നു, ബ്രില്യൻ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പ്രിപ്പയർ തന്ന സിലബസ് കുറേ ചെയ്തു, കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. കുറേ മോക്ക് ടെസ്റ്റ് എല്ലാത്തിനും അപ്പിയർ ചെയ്തായിരുന്നു. പിന്നെ യൂട്യൂബിൽ ലൈവ് വീഡിയോസ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, അതും അങ്ങനെ. പിന്നെ പ്രീവിയസ് ഇയർ സാമ്പിൾ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത് പ്രിപ്പറേഷൻസ് ആയിട്ട് സ്കൂളിലെ ബേസ് ചെയ്ത് നോക്കി. അപ്പോൾ മോൾക്ക് ഏതായിരുന്നു ഇന്നത്തെ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്? കെമിസ്ട്രി. മാത്സും കെമിസ്ട്രിയും കെമിസ്ട്രി ഫിസിക്സ് എളുപ്പമായിരുന്നു. മീഡിയം. കെമിസ്ട്രി. എങ്ങനെയാണ് മോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ് എക്സാമിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തു. എൻ്റെ കസിൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവർ പോയി ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്തു. അഡ്വർടൈസ്മെന്റ് പിന്നെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ് അങ്ങനെയൊക്കെ. നമ്മുടെ ഇവിടെ നേരത്തെ ആരെങ്കിലും അപ്പം ബ്രില്ലിനെ കേട്ടറിയാം നേരത്തെ തൊട്ട്. ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? ഫ്യൂച്ചർ IIT എടുക്കാനെന്ന് വിചാരിക്കുന്നു. IIT ആണ് പ്ലാൻ അല്ലേ? ഏതെങ്കിലും ഇപ്പോഴേ ഒരു ഡ്രീം ക്യാമ്പസ് ഇപ്പോഴേ ഓർത്ത് വെച്ചിട്ടുണ്ടോ? അതോ IIT ഇപ്പോൾ ഒന്ന് ചൂസ് ചെയ്ത് വെച്ചാൽ അവിടെ പോകാം? അത്രേ ഉള്ളൂ. ഞാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിന് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതെ. ഫ്രണ്ട്സ് നിങ്ങളെ ഒന്നിച്ച് വന്നവരാണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എക്സാം? 2-3 പേരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ. എല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആയിട്ട് വന്നാ അല്ലേ? എയിംസ് ആയിരിക്കും നോക്കുന്നത്. അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ആണ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലേ? ബ്രില്ലിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നോ? കുറച്ച് സീനിയേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് മോൾക്ക് ഈ ബ്രില്ലിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താ? എക്സാം നടത്തി കഴിഞ്ഞാൽ നല്ലതാണ്. എന്നൊരു കുറേ പേര്, എനിക്ക് അറിയാവുന്ന കുറച്ച് പേര് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് നീറ്റിലും IITക്കൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും എഴുതാമെന്ന് വിചാരിച്ചത്. കിട്ടുമോ? അഡ്മിഷൻ കിട്ടുമോ? കിട്ടണം. സ്കോളർഷിപ്പ് കിട്ടുമോ? സ്കോളർഷിപ്പ് കിട്ടുമെന്ന് ഉറപ്പില്ല. ഇല്ല. സ്കോളർഷിപ്പിൽ അഡ്മിഷൻ കിട്ടുന്നു. ഈ മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പോലത്തെ ഇവിടെ കാണാൻ പറ്റുമോ? ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു.